പാലക്കാട് അട്ടപ്പാടിയിൽ പഴകിയ വീട് തകർന്ന് കുട്ടികൾ മരിച്ചതിൽ ഗുരുതരാരോപണവുമായി കുട്ടികളുടെ അമ്മ. വാഹനം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് അമ്മ ദേവി. ഫണ്ട് ലഭിക്കാത്തതിനാലാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തതെന്ന പരാതിയും ഉയരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് കരുവാര ഉന്നതിയിലെ പഴയ വീടിന് താഴെ കളിക്കുന്ന കുട്ടികൾക്ക് മുകളിലൂടെ കോൺക്രീറ്റ് അടർന്നു വീണത്. 7 വയസ്സുകാരൻ ആദിക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നും വാഹനത്തിനായി പ്രമോട്ടറെ ഉൾപ്പെടെ വിളിച്ചെങ്കിലും സഹായം ലഭിച്ചില്ലെന്ന് മരിച്ച കുട്ടികളുടെ അമ്മ പറഞ്ഞു. ഒരാളെടുത്ത് നോക്കുമ്പോൾ പോയിട്ടുണ്ട്, മറ്റേ കുറച്ചെങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ടൈമായി. ഇതുപോലെ വേറെ ഏത് കുട്ടിക്ക് വരണ്ട, വീട് കൊടുത്താൽ വീട് പൂർത്തിയാക്കി കൊടുത്താൽ മതി. 8 കിലോമീറ്റർ ദൂരം പരിക്കേറ്റ കുട്ടികളെ ഇരുചക്ര വാഹനത്തിലാണ് കൊണ്ടുവന്നത്. ITDP ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരുന്നത്. ഫണ്ട് മുടങ്ങിയതോടെ പാതിവഴിയിൽ പണി നിർത്തേണ്ടി വന്നു. ഇത്തരം ധാരാളം വീടുകൾ അട്ടപ്പാടിയിലുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ITDP ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിന്റെ ഒരു അനാസ്ഥ ഇതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഏതാണ്ട് ഒരു 800ഓളം വീടുകളാണ് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ഇങ്ങനെ പാതി വഴിയിൽ വീട് പണി നിലച്ചിരിക്കുകയാണ്. പാതി വഴിയിൽ നിലച്ച ഈ വീടുകളുടെ ഉറപ്പ് നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല. ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ടതാണ്. ബോധപൂർവം വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ബോധപൂർവ്വം എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കും, ഗൗരവമായി തന്നെ പരിശോധിക്കും. ഇത്തരം കാര്യം അത് വളരെ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കും. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, ജീർണിച്ച കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അഗളി ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 6 വയസ്സുകാരി അഭിനയ ചികിത്സയിലാണ്. മീഡിയ 1 പാലക്കാട്.